നമസ്കാരം. നാളെ ഓഗസ്റ്റ് മാസം 12-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. നാളത്തെ ദിവസം ദേവി പ്രീതികരമായ കാര്യങ്ങൾ നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെയധികം ശുഭകരമായ ഫലത്തെ നൽകുന്നതാണ്. 18 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. 18 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ വരുന്നത് മേടം രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തിക. ഈ 3 നക്ഷത്രക്കാരായ ആളുകൾക്ക് ഒന്നിലധികം മാർഗങ്ങളിൽ നിന്ന് ധനം വന്നു ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം കണ്ടെത്താൻ നിങ്ങളാൽ തന്നെ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളായി തന്നെ നിന്നുകൊണ്ട് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പ്രധാനിയെ പോലെ നിന്ന്, ഒരു മുതിർന്ന ആളിനെ പോലെ നിന്ന് പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങളാൽ തന്നെ പരിഹാരം കണ്ടെത്താൻ നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. അപ്പോൾ പുറത്തു നിന്നുള്ള ചില വ്യക്തികളുടെ ഇടപെടലുകൾ നിമിത്തം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പുറത്തു നിന്ന് മറ്റാരുടെയും കൈകടത്തൽ ഇല്ല എന്നതുകൂടി ഉറപ്പാക്കുക. അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, ഒന്നിലധികം അഭിപ്രായങ്ങൾ വരുമ്പോൾ അവിടെ വീണ്ടും ഒരു പ്രശ്നത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കൈകടത്തൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരായാൻ ശ്രമിക്കാതിരിക്കുക. അതേപോലെ പ്രണയിക്കുന്ന ആളുകൾ നിങ്ങളുടെ വിദ്യയെ കളഞ്ഞുകൊണ്ടുള്ള, അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഭംഗം വരുത്തുന്നതായ രീതിയിലേക്ക് പ്രണയത്തെ കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾ പ്രണയത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ പഠനത്തിന് അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളെ ചില വിഷയങ്ങളൊക്കെ, അതായത് പഠിപ്പിക്കുന്ന അധ്യാപകരെ അറിയാനും അതുവഴിയും ചില വിഷയങ്ങളിലേക്കൊക്കെ പോകാനുള്ള ചില സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം പ്രണയിക്കുന്ന ആളുകൾ നിങ്ങളുടെ ആ പ്രണയത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ തൽക്കാലം അതിൽ നിന്നൊന്ന് മാറി പഠനത്തിൽ കൂടുതലായി കോൺസെൻട്രേഷൻ കൊടുക്കാനൊക്കെ നാളത്തെ ദിവസം ഒന്ന് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഭാവിയിൽ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. നാളത്തെ ദിവസം പിന്നെ മേടം രാശിക്കാരായ ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം നിങ്ങളുടെ കണ്ണുകൾ സംരക്ഷിക്കുക. പ്രധാനമായി പറയുകയാണെങ്കിൽ കണ്ണിന് എന്തെങ്കിലുമൊക്കെ സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇൻഫെക്ഷനോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരാനൊരു സാധ്യത നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുകയടിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാൻ ശ്രമിക്കണം. അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ അത് സർജറിയൊക്കെ തിമിരത്തിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കാൻ നാളത്തെ ദിവസം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കണ്ണുകൾ നിമിത്തം അല്ലെങ്കിൽ കണ്ണിനെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളൊരു പ്രൊട്ടക്ഷൻ കണ്ണിന് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾ വിനയം നിറഞ്ഞ പെരുമാറ്റം നാളെ നിങ്ങൾക്ക് പ്രശംസകൾ നേടിത്തരുന്നതാണ്. നല്ല രീതിയിൽ വിനയത്തോടു കൂടി മുതിർന്നവരോടായാലും സമപ്രായക്കാരോടായാലും അതിലല്ല ചെറിയ പ്രായക്കാരോടായാലും സംസാരിക്കാനുള്ളൊരു കഴിവ് അത് ജന്മനാ നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ നാളത്തെ ദിവസം കാര്യം പറയുമ്പോൾ ആ ഒരു പെരുമാറ്റം നിമിത്തം തന്നെ ചില പ്രശംസകളും അംഗീകാരങ്ങൾക്കും വഴിയൊരുക്കുന്ന ഒരു ദിവസമാണ് നാളെ. സാമ്പത്തികമായി ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പങ്കാളിയിൽ നിന്ന് ഒരു സ്നേഹവും പിന്തുണയും ഒക്കെ ധാരാളമായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും മിഥുനം രാശിക്കാർക്ക് നാളത്തെ ദിവസം. കൂടാതെ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില ആശംസ വാക്കുകളും അതേപോലെ സ്നേഹവും ആദരവും ഒക്കെ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തുക. നമ്മളിവിടെ ഒരു ദിവസഫലമാണ് പറയുന്നത്. അപ്പോൾ ആ ദിവസം പൂർണ്ണമായ ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നാളെ ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ രാവിലെ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും അത് ഉത്തമമായ ഒരു ദിവസമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്നതാണ്. അതേപോലെ നാളത്തെ ദിവസം ഏത് പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അത് കൃത്യമായി നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാനായി സാധിക്കുന്നതാണ്. കൂടാതെ ചില ഒഴിവ് സമയങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുകയും അതുവഴി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തെ പൂർത്തീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതുവഴിയും ഒരുപാട് സന്തോഷങ്ങൾ വന്നു ചേരും. പൂർണ്ണമായി പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം മിഥുനം രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായിരിക്കുമ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം മറക്കാതിരിക്കുക. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക്
നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാരണം ചിലപ്പോൾ ഒന്ന് വീഴാനൊക്കെയുള്ള, അതായത് ചെറിയ വീഴ്ചകളൊക്കെ വരാനുള്ള, വലിയ ശരീരത്തിന് ഹാനി ഉണ്ടാക്കുന്നതല്ല, ചെറിയ അതായത് നമ്മളിപ്പോൾ കാലൊടിഞ്ഞിരിക്കുന്ന ഒരു കസേരയാണ്, അറിയാതെ ചെന്ന് അതിനകത്തിരുന്ന അറിയാതൊന്ന് സൈഡ് ചിരിഞ്ഞൊന്ന് ചിലപ്പോൾ വീഴുന്ന നമ്മൾ പറയാറില്ലേ, അതേപോലെയുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ വരാതിരിക്കാൻ ഒന്ന് നാളത്തെ ദിവസം ശ്രദ്ധിക്കുക വേണ്ടത്. നാളത്തെ ദിവസം അതേപോലെ എന്തെങ്കിലുമൊക്കെ നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നെങ്കിലും അതിനും കൃത്യത വരുത്തുക. നമ്മൾ എന്തെങ്കിലും നാളത്തെ ദിവസം മുതൽ ഡെപ്പോസിറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാം, ഭാവിയിലേക്ക് അതൊരു നീക്കിയിരിപ്പാകട്ടെ, ഒരു കരുതലാകട്ടെ എന്ന് കരുതി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വളരെയധികം കൃത്യത പുലർത്തേണ്ടത് നാളത്തെ ദിവസം വളരെയധികം അത്യാവശ്യമാണ്. കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ നാളത്തെ ദിവസം നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ പരിചയമുള്ള ചില വ്യക്തികളെയൊക്കെ കാണാനും അവരിൽ നിന്ന് ചെറിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് അത് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ചില അറിവുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുമുള്ളൊരു സാധ്യതയുണ്ടാകുന്നുണ്ട്. കൂടാതെ ചില ബന്ധുക്കളുടെ ചെറിയ സംസാരങ്ങൾ മനസ്സിന് അല്പം ഒരു വിഷമമൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാം. അതായത് നിൻ്റെ കയ്യിൽ അത്രയും ധനം ഉണ്ടായിരുന്നല്ലോ, നീ ആ ഒരു സമയത്ത് അത് ദൂർത്തടിച്ചില്ലേ എന്നൊക്കെ ചില രീതിയിലുള്ള ചില സംസാരങ്ങൾ, അതായത് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ മറ്റൊരാൾക്ക് നിങ്ങൾ തെറ്റു ചെയ്തു എന്നൊരു രീതിയിലുള്ള ചില സംസാരങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതും ചില ബന്ധുക്കളിൽ നിന്ന്, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ചില ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് അല്പം വിഷമം ഉണ്ടാകുന്ന ചില സംസാരങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എതിർത്തൊന്നും പറയാൻ നിൽക്കേണ്ട. നാളത്തെ ദിവസം അല്പം ഭാഗ്യമൊക്കെ വന്നു ചേരുമ്പോൾ അല്പം ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യതയും കാണുന്ന ഒരു ദിവസമാണ്. നാളത്തെ ഒരു ദിവസത്തെ കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ടെങ്കിൽ, അതായത് ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തിയിട്ട് വേണം പ്രധാന കാര്യങ്ങൾക്ക് രാവിലെ ഇറങ്ങി പുറപ്പെടാം. അപ്പോൾ വെറും കൈയോടെയല്ല, ഒരു കുപ്പി എണ്ണ, അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ധനത്തിനനുസരിച്ച് ചെറുതാകാം അല്ലെങ്കിൽ വലുതാകാം, ഒരു കുപ്പി എണ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ മാത്രം മതി. എന്തെങ്കിലും ഒരു വിഘ്നങ്ങൾ നിങ്ങൾ പോകുന്ന വഴിക്കായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ മേൽ ഏൽപ്പിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളായാലും ഏതിനെയും ഭഗവാൻ തന്നെ തടുത്ത് മാറ്റിക്കൊള്ളും നിങ്ങളിലേക്ക് ഏശാതെ. അപ്പോൾ നാളത്തെ ദിവസം അടുത്തുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. വെറും കൈയായല്ല പോകേണ്ടത്, ഒരു കുപ്പി എണ്ണ ഭഗവാന്റെ നടയ്ക്കൽ സമർപ്പിക്കാനും മറക്കേണ്ട. ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന ഒരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും നാളെ. അതുകൂടാതെ സന്താനത്തിന് ചില സമ്മാനങ്ങൾ ലഭിക്കുമെന്ന ശുഭകരമായ വാർത്ത ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകും. അപ്പോൾ സന്താനം നിമിത്തം സന്തോഷിക്കാനുള്ള ഒരു ഭാഗ്യം, സന്താനം ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിയതിന് സ്കൂളിൽ നിന്ന് ചിലപ്പോൾ ചില അംഗീകാരങ്ങൾ കിട്ടും. അത് പൈസയായിട്ടായിരിക്കും അല്ലെങ്കിൽ ട്രോഫി ആയിട്ടായാലും അങ്ങനെ ചില അംഗീകാരങ്ങൾ കിട്ടുമെന്ന് അവരിൽ നിന്ന് പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന നിലയിൽ നിങ്ങളിലേക്ക് അറിയിപ്പ് വരികയും അതൊരു ശുഭകരമായ സന്തോഷമായ ഒരു സന്ദേശമായി നിങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. സന്തോഷ വാർത്തകളൊക്കെ ശ്രവിക്കാനുള്ള യോഗമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അതേപോലെ വിവാഹ ജീവിതത്തിൽ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷ നിമിഷങ്ങൾ അല്ലെങ്കിൽ സന്തോഷ ദിവസം ചിലവിടാനും ഭാഗ്യമുണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നാളത്തെ ദിവസം തുലാം രാശിക്കാരായ ആളുകൾക്ക്. അവിട്ടം ചതയം പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് മനസ്സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളത്തേത്. മറ്റുള്ളവരെ ഇടയ്ക്കിടയ്ക്ക് അല്പം ഒന്ന് താഴ്ത്തി പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കാറുണ്ട്. അവരുടെ കഴിവുകൾ ചില സമയങ്ങളിൽ നിങ്ങളത്ര പറയാൻ ശ്രമിക്കാറില്ല. അത് ചിലപ്പോൾ അവർക്കും വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ശരിയായെന്നും തെറ്റിനെ തെറ്റെന്നും അല്ലെങ്കിൽ അംഗീകാരങ്ങളെ അതേപോലെ അംഗീകരിക്കാനുള്ള ആ ഒരു മനസ്സും നിങ്ങൾക്ക് നാളത്തെ ദിവസം പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതാണ്. ചില ആളുകളുടെ കഴിവുകൾ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കും അതൊരു സന്തോഷമാണ്. അപ്പോൾ നാളത്തെ ദിവസം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്തും ചില പുതിയതായ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ജോലിയിലും വളരെയധികം കൃത്യത പുലർത്താനായിട്ട് ഒന്ന് ശ്രമിക്കേണ്ടതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിനം. അപ്പം നിങ്ങൾ അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തുക. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അപ്പോൾ ശിവഭഗവാനെയും പ്രാർത്ഥിക്കണം, ഹനുമാൻ സ്വാമിയും പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടേക്ക് പോകുന്ന വേളയിൽ വെറും കൈയായി പോകാതിരിക്കുക. നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യം ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യ സംബന്ധമായ നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ശുഭകരം ആയിരിക്കും. അനുകൂലമായ ഒരു ദിനമാണ്. നാളത്തെ ദിവസം എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും. നാളത്തെ ദിവസം ചില ആദരവുകളൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. നിങ്ങൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ചെയ്ത പല ശുഭകരമായ ഗുണകരമായ കാര്യങ്ങൾക്കുമുള്ള ആദരവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അറിയിപ്പുകളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. അതേപോലെ നിങ്ങളെപ്പോലെ തന്നെയുള്ള മനോഭാവമുള്ള ചില ആളുകളെ കാണാനും അവരോടൊപ്പം അല്പം സമയം ചിലവഴിക്കാനൊക്കെയുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും. ചിലപ്പോൾ പരിചിതരായിരിക്കും, അല്ലെങ്കിൽ അപരിചിതരായ ചില ആളുകൾ, അതായത് നിങ്ങളെപ്പോലെ ഒരേ സ്വഭാവം ഒരേ വേവ് ലെങ്ത്തുള്ള ചില ആളുകളുമായി കാണാനും അവരുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും അവരിൽ നിന്ന് ചില അഭിപ്രായങ്ങളൊക്കെ നിങ്ങളിലേക്ക്, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താനുമുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുകയും അതുവഴിയും ചില സന്തോഷങ്ങൾ, ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ 18 നക്ഷത്രക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസഫലമാണ് പറഞ്ഞത്. അപ്പോൾ ചെയ്യാൻ പറഞ്ഞ 1-2 ചെറിയ പരിഹാരങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ നിങ്ങൾ ചെയ്യുക. കൂടാതെ രാവിലെ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അതായത് ഏത് കാര്യത്തിൽ രാവിലെ നമ്മൾ കുളിച്ച് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാകും, ജോലിക്ക് പോകുന്നവരുണ്ടാകും, അങ്ങനെ ഏത് കാര്യത്തിന് പോകുന്നതിന് മുന്നേയും പൂജാമുറി ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ, അവിടെ പൂജാമുറിയിൽ ചെന്ന് അവിടെ ഭസ്മമാകും, ചിലപ്പോൾ ചന്ദനമാകും, ചിലപ്പോൾ സിന്ദൂരമാകും, അല്ലെങ്കിൽ മഞ്ഞ പ്രസാദമാകും, നാഗദൈവങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിലേതെങ്കിലും അല്പം എടുത്ത നെറ്റിയിൽ ഒന്ന് അണിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പുറത്തേക്ക് പോയി നോക്കൂ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അന്നത്തെ ദിവസം ശുഭകരമായിരിക്കും. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്കുണ്ടാകും. ഏത് പ്രയാസകരമായ പ്രവൃത്തിയിൽ നിങ്ങൾ ഏർപ്പെടാൻ പോകുകയാണെങ്കിലും ആ പ്രവൃത്തി വളരെ ലൈറ്റായി ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്തെന്നാൽ ആ ദൈവത്തിൻ്റെ കവചം, അതായത് അവിടെ നിന്ന് കിട്ടിയ ആ പ്രസാദം, ആ ചന്ദനം, ഭസ്മം, സിന്ദൂരം, ഇതേതോ ആകട്ടെ, അത് നിങ്ങളുടെ ആ ശരീരത്തിലുള്ളിടത്തോളം ആ ഒരു ഭഗവത് ചൈതന്യം നിങ്ങളിലേക്ക് വരികയും എന്ത് നെഗറ്റിവിറ്റി അത് വാക്കാലോ പ്രവൃത്തിയാലോ ആര് നിങ്ങളിലേക്ക് ഹാനികരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചാലും അത് നിങ്ങളിൽ തട്ടി പുറത്തു പോകത്തേയുള്ളൂ. അതായത് നിങ്ങളെ ഏൽക്കില്ല, നിങ്ങളുടെ ശരീരത്തോ മനസ്സിനെയോ അത് ഏൽക്കാതെ ഭഗവാൻ തന്നെ അത് തട്ടി പുറത്ത് കളയും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുതിർന്നവർ, നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ പറയാറുണ്ട്, ഏത് പ്രധാന കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ എക്സാമിനൊക്കെ പോകുമ്പോൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്പം ഭസ്മമൊക്കെ ഒന്ന് അണിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ അപ്പുറമായിട്ടുള്ള നേട്ടം അതുവഴി നമ്മൾക്കുണ്ടാകുന്നു. ഭഗവാന്റെ ഒരു കവചം നമ്മളിൽ ഉണ്ടാകുന്ന ആ ഒരു സുരക്ഷിതത്വം എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാനായി ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് ശ്രമിക്കുക. പ്രധാന കാര്യങ്ങൾക്കൊക്കെ വീടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരു പൊതുമധ്യത്തിലേക്ക് പോവുകയാണ്, ആളുകളുടെ ഇടയിലേക്ക് പോവുകയാണ്, പല ആളുകളാണ്, അവരിൽ നിന്നുള്ള നെഗറ്റിവിറ്റി ഒന്നും നമ്മളിലേക്ക് എത്താതിരിക്കാനും ഈ ദൈവിക, അതായത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഈ പ്രസാദങ്ങൾക്ക് സാധ്യമാകും. അപ്പോൾ നാളെ മുതൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാട്ടെ, നിങ്ങൾക്കിലേക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി വന്നണയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ 18 നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം നടത്തേണ്ടതായ ക്ഷേത്ര ദർശനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായ പ്രധാന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തന്നത്.